ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 5ാമത്തെ ചാപ്റ്ററാണ് നോക്കുന്നത്. സാമ്പത്തിക സ്രോതസ്സുകൾ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇതിലെ ആദ്യത്തെ പേജിൽ സമ്പൂർണ്ണ എന്ന പദ്ധതിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. സ്കൂളിലെ ഓരോ കുട്ടിയെയും സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ച് വെക്കുന്ന ഒരു പോർട്ടലാണ് സമ്പൂർണ്ണ പോർട്ടൽ. ഇനി അടുത്ത പേജിലേക്ക് നമ്മൾ പോകുമ്പം ഇവിടെ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖല പ്രാഥമിക മേഖല എന്നാണ് അറിയപ്പെടുന്നത്. കൃഷിക്ക് കൂടുതൽ പ്രാധാന്യമുള്ളതുകൊണ്ട് കാർഷിക മേഖല എന്നും ഇത് അറിയപ്പെടുന്നു. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല. വ്യവസായത്തിന് പ്രാധാന്യമുള്ള ഈ മേഖലയെ വ്യാവസായിക മേഖല എന്നും വിളിക്കാം. പ്രാഥമിക, ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതും സേവന മേഖലയിലെ പ്രവർത്തനങ്ങളാണ്. ഇവയ്ക്ക് പുറമെ സേവന മേഖലയിൽ വിദ്യാഭ്യാസം, ഗതാഗതം, ബാങ്കിംഗ്, IT തുടങ്ങിയവയും ഉൾപ്പെടുന്നു. സേവന പ്രവർത്തനങ്ങൾ എല്ലാം ചേർന്നതാണ് തൃതീയ മേഖല. ഇത് സേവന മേഖല എന്നും അറിയപ്പെടുന്നു. അതായത് പ്രാഥമിക മേഖലയെ കാർഷിക മേഖല എന്നും, ദ്വിതീയ മേഖലയെ വ്യാവസായിക മേഖല എന്നും, തൃതീയ മേഖലയെ സേവന മേഖല എന്നുമാണ് പറയുന്നത്. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകൾക്ക് പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴാണ് സാമ്പത്തിക വളർച്ചയുണ്ടാകുന്നത്. ഒരു ഉദാഹരണം നോക്കാം. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നമായ പരുത്തി ദ്വിതീയ മേഖലയായ തുണി വ്യവസായ മേഖലയ്ക്ക് അസംസ്കൃത വസ്തുവാണ്. വ്യവസായ മേഖലയിലെ തുണി ആവശ്യക്കാർക്ക് എത്തിക്കുന്നതിന് ഗതാഗത, വാർത്താവിനിമയ രംഗത്തെ സഹായങ്ങളും ആവശ്യമാണ്. ഇവയെല്ലാം തൃതീയ മേഖലയിലെ സേവനങ്ങളാണ്. അതായത് ഈ 3 മേഖലകളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഈ മേഖലകളുടെ പരസ്പര ബന്ധം കാണിക്കുന്ന ഒരു ചിത്രം താഴെ കൊടുത്തിട്ടുണ്ട്. അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലയെ ബന്ധപ്പെടുത്തിയിട്ടുള്ള അതായത് 3ഉം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു ചിത്രമാണിത്. ഇനി നെക്സ്റ്റ് CSO സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെ വർഗീകരിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടേബിളാണ്. പ്രാഥമിക മേഖലയിൽ വരുന്നതാണ് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം. ഇനി ദ്വിതീയ മേഖലയിലാണെങ്കിൽ ദ്വിതീയ മേഖല നമുക്കറിയാം വ്യാവസായിക മേഖലയാണ്. അതുകൊണ്ട് തന്നെ വ്യവസായം, വൈദ്യുതി ഉൽപ്പാദനം, കെട്ടിട നിർമ്മാണം ഇതാണ് ദ്വിതീയ മേഖലയിൽ വരുന്നത്. ഇനി തൃതീയ മേഖലയിൽ വ്യാപാരം, ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിംഗ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ. തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നതെല്ലാം സേവന പ്രവർത്തനങ്ങളാണ്, ഇല്ലെങ്കിൽ സേവന മേഖലയിലെ കാര്യങ്ങളാണ്. ഇനി സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളെ വർഗീകരിച്ചിട്ടുള്ളത്. കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണിത്. ഇതിൻ്റെ പ്രധാന ചുമതലകളാണ്. ഇത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ടേബിളാണ് കേട്ടോ. സ്ഥിതിവിവര കണക്കുകളുടെ സംയോജനവും വിശകലനവും നടത്തുന്നു. എല്ലാ മേഖലകളിലെയും സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തുന്നു. സ്ഥിതിവിവര കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുന്നു. അപ്പോൾ ദേശീയ വരുമാനം കണ്ടെത്തുന്നതും പിന്നെ സ്ഥിതിവിവര കണക്കുകളുടെ സംയോജനവും വിശകലനവും ചെയ്യുന്നതും ഒക്കെ ഈ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. ഇനി അടുത്താണ് മേഖലകളും തൊഴിൽ ലഭ്യതയും. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൾപ്പെടുന്നവയാണ് നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ തൊഴിലുകളും. ഇന്ത്യയിലെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലെ തൊഴിൽ ലഭ്യത വ്യത്യസ്തമാണ്. ചില മേഖലകളിലെ തൊഴിൽ ലഭ്യത കൂടി വരുമ്പോൾ മറ്റു ചില മേഖലകളിൽ തൊഴിൽ ലഭ്യത കുറഞ്ഞു വരുന്നതായി കാണാം. 1993 മുതൽ 2011 വരെ ഓരോ മേഖലയിലെയും തൊഴിൽ ലഭ്യത വിശദമാക്കുന്ന പട്ടിക പരിശോധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് താഴെ എക്കണോമിക് സർവേ 2012-13 കാലഘട്ടത്തിൽ നടത്തിയ എക്കണോമിക് സർവേ പ്രകാരം ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. 1993 കണക്കുണ്ട്, 2005 2011 കണക്കുകളാണ് കൊടുത്തിട്ടുള്ളത്. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖല നമുക്ക് ഈ ടേബിൾ നോക്കുമ്പോൾ മനസ്സിലാവും. പ്രാഥമിക മേഖലയിലെ തൊഴിൽ ലഭ്യത 2011 ആകുമ്പോഴേക്കും കുറഞ്ഞു വരുന്നുണ്ട്. മറ്റ് ദ്വിതീയ മേഖലയിലും തൃതീയ മേഖലയിലും തൊഴിൽ ലഭ്യത കൂടി വരികയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത് ഭക്ഷ്യോൽപാദനത്തെക്കുറിച്ചാണ് പറയുന്നത്.
സ്വാതന്ത്ര്യം ലഭിച്ചതു മുതൽ ഇന്ത്യ പ്രാഥമിക മേഖലയുടെ വികസനത്തിന് പ്രാധാന്യം നൽകിയിരുന്നു. ആസൂത്രണത്തോടെയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭക്ഷ്യോൽപാദന രംഗത്ത് ധാരാളം മാറ്റങ്ങൾ ഉണ്ടാക്കി. തൊഴിലവസരങ്ങൾ വർദ്ധിക്കുക മാത്രമല്ല, ഭക്ഷ്യോൽപാദനവും ഗണ്യമായി വർദ്ധിച്ചു. ഇന്ത്യയിൽ വിവിധ കാലഘട്ടങ്ങളിൽ ഭക്ഷ്യോൽപാദന രംഗത്തുണ്ടായ മാറ്റം വിശദമാക്കുന്ന ഡയഗ്രമാണ് നൽകിയിട്ടുള്ളത്. ഭക്ഷ്യോൽപാദന രംഗത്തുള്ള മാറ്റങ്ങളെ വിശദമാക്കുന്ന ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഭക്ഷ്യോൽപാദന രംഗത്തെ ഏത് തരത്തിലുള്ള മാറ്റമാണ് ഡയഗ്രം സൂചിപ്പിക്കുന്നത്? അത് ആ ഡയഗ്രം നോക്കിയിട്ട് അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയിൽ ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചു വരുന്നതാണ് നമുക്ക് ഡയഗ്രത്തിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട്. ഇനി ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിച്ചിട്ടും ഇന്ത്യയിൽ പല പ്രദേശങ്ങളും ദാരിദ്ര്യം നിലനിൽക്കുന്നുണ്ട്. എന്തൊക്കെയാവാം ഇതിൻ്റെ കാരണങ്ങൾ? വിതരണത്തിലെ അപാകത, സാധനങ്ങൾ വാങ്ങുവാനുള്ള വ്യക്തികളുടെ ശേഷി കുറവ്, ഇത് കാരണമാണ് ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും ഇന്ന് ദാരിദ്ര്യം നിലനിൽക്കുന്നത്. ഭക്ഷ്യവസ്തുക്കൾ ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം ലഭ്യമാകുമ്പോഴാണ് ഭക്ഷ്യസുരക്ഷ സാധ്യമാകുന്നത്. എല്ലാ ജനങ്ങൾക്കും എക്കാലത്തും സജീവവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായത്ര പോഷകപ്രധാനമായ ഭക്ഷണം ലഭിക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായ പ്രാപ്തി ഉറപ്പുവരുത്തുന്ന അവസ്ഥയാണ് ഭക്ഷ്യസുരക്ഷ. അതായത് ഇവിടെ ഭക്ഷ്യസുരക്ഷേൻ്റെ ഒരു ഡെഫിനിഷനാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലത്തും സജീവവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായത്ര പോഷകപ്രധാനമായ ഭക്ഷണം ലഭിക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായ പ്രാപ്തി ഉറപ്പുവരുത്തുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഡെഫിനിഷൻ വെച്ച് നമുക്ക് പറയാം, ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത് എല്ലാ ജനങ്ങൾക്കും ഭക്ഷണം ലഭിക്കണം, എല്ലാ കാലത്തും ഭക്ഷണം ലഭിക്കണം, പിന്നെ എന്താണ്, പോഷകപ്രധാനമായ ഭക്ഷണം ലഭിക്കണം, അതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായ പ്രാപ്തി ഉറപ്പുവരുത്തുക. അതാണ് ഭക്ഷ്യസുരക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ദാരിദ്ര്യത്തിനും കൂടെ ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. ആസൂത്രണ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം നഗരപ്രദേശങ്ങളിൽ 2100 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ഗ്രാമപ്രദേശങ്ങളിൽ 2400 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയുടെ ദാരിദ്ര്യം 29.8%. ഏറ്റവും കൂടുതൽ ബീഹാർ 53.5%, ഏറ്റവും കുറവ് ഹിമാചൽ പ്രദേശ് 9.5%, കേരളത്തിൻ്റേത് 12%. ഇനി ഭക്ഷ്യ സ്വയം പര്യാപ്തത. ഒരു രാജ്യത്തിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ആ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ രാജ്യം ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തമാണെന്ന് പറയാൻ പറ്റും. ഇനി ചില സർക്കാർ പദ്ധതികളും സർക്കാർ പരിപാടികളുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ വരുന്നതാണ്. പല ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളും പരിപാടികളും നടപ്പാക്കിയും പൊതുവിതരണ സംവിധാനം ശക്തിപ്പെടുത്തിയുമാണ് സർക്കാരുകൾ ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യം നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള സർക്കാർ പദ്ധതികളാണ് അന്നപൂർണ, അന്ത്യോദയ അന്ന യോജന, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ഇനി സർക്കാർ പരിപാടികളാണെങ്കിൽ സംയോജിത ശിശു വികസന പരിപാടി, സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി, ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം. ആ പദ്ധതികളും പരിപാടികളും തമ്മിൽ മാറിപ്പോകാൻ പാടില്ല. ഇവിടെ ഈ ഓരോ പദ്ധതികളെയും പരിപാടികളെയും കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സർക്കാർ തലത്തിൽ നടത്തി വരുന്ന. അപ്പോൾ അതിൽ ആദ്യത്തെയാണ് സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനമാണ്, സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് രണ്ടുമാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. ഇനി അന്നപൂർണ, സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് പ്രയോജനപ്പെടും. മാസം 10 കിലോ അരി സൗജന്യമായി റേഷൻ കടയിലൂടെ നൽകുന്നു. അതാണ് അന്നപൂർണ. അത് മാസം 10 കിലോ അരി സൗജന്യമായിട്ട് റേഷൻ കടയിലൂടെ കൊടുക്കുന്നുണ്ട്. 65 മേൽ പ്രായമുള്ള സ്വന്തമായി വരുമാനമില്ലാത്തവർക്കാണ് ഇത് ഉപയോഗപ്പെടുന്നത്. ഇനി അന്ത്യോദയ അന്നയോജനയാണെങ്കിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്കാണ് പ്രയോജനപ്പെടുന്നത്. മാസം 35 കിലോ അരി 3 രൂപയ്ക്കും ഗോതമ്പാണെങ്കിൽ 2 രൂപയ്ക്കും അങ്ങനെയാണ് അന്ത്യോദയ അന്നയോജനയിൽ കൊടുക്കുന്നത്. അത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലായിരിക്കണം. ഇനി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണെങ്കിൽ ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധയും ഉള്ളവർക്കാണ് തൊഴിൽ കൊടുക്കുന്നത്. അതിന് വേറെ കണ്ടീഷൻസ് ഒന്നുമില്ല. ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലാവണമെന്നോ താഴെ ആവണമെന്നോ ഉള്ള കണ്ടീഷനൊന്നും പറയുന്നില്ല. ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധതയും ഉണ്ടായാൽ മതി. 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. പിന്നെ 18 വയസ്സ് പൂർത്തിയാക്കിയവർക്കാണ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്. ഗുണഭോക്താക്കളിൽ 1/3 സ്ത്രീകളായിരിക്കണം.
അടുത്തത് സംയോജിത ശിശു വികസന പരിപാടി. അംഗൻവാടികൾ മുഖേനയാണ് നടപ്പിലാക്കുന്നത്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്ക് ഗുണം. നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാക്കുന്ന പരിപാടിയാണ് സംയോജിത ശിശു വികസന പരിപാടി. ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം സ്വയം സഹായ സംഘങ്ങൾക്ക് സഹായം നൽകുന്നു. ബാങ്ക് വായ്പയിലൂടെയും സബ്സിഡിയിലൂടെയും പണം നൽകുന്നു. അടുത്തത് ഉച്ചഭക്ഷണ പരിപാടി. എല്ലാ ഗവൺമെൻറ് ഇല്ലെങ്കിൽ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിലെയും 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പ്രയോജനം. സ്കൂൾ മുഖേന പോഷകമൂല്യമുള്ള ആഹാരം ഉറപ്പുവരുത്തുന്നു. അപ്പം ഈ 6 പദ്ധതികളാണ് ഉള്ളത്. 6 2 7 പദ്ധതികൾ. ഇനി കേരളവും പൊതുവിതരണ സമ്പ്രദായവും. പൊതുവിതരണ സംവിധാനം. ന്യായമായ വിലയ്ക്ക് സമൂഹത്തിൽ ആവശ്യക്കാരായവർക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റ് നിത്യോപയോഗ വസ്തുക്കളും നൽകുവാൻ ചുമതലപ്പെട്ടതും സർക്കാർ നിയന്ത്രണത്തിലുള്ളതുമായ സ്ഥാപനങ്ങളുടെ ശൃംഖലയാണ് പൊതുവിതരണ സംവിധാനം. കേരളം സ്വയം പര്യാപ്തതയുള്ള സംസ്ഥാനമല്ല. അതുകൊണ്ടാണ് നാം ഭക്ഷണത്തിന് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നത്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് ശക്തമായ ഒരു പൊതുവിതരണ സമ്പ്രദായം കേരളത്തിനുണ്ട്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന പൊതുവിതരണ കേന്ദ്രങ്ങളിലൂടെയും അരിയും ഭക്ഷ്യവസ്തുക്കളും മറ്റ് നിത്യോപയോഗ സാധനങ്ങളും ആവശ്യക്കാരായ എല്ലാ ജനങ്ങൾക്കും ന്യായവിലയിൽ ലഭ്യമാക്കി വരുന്നു. നിത്യോപയോഗ സാധനങ്ങൾ ന്യായവിലയ്ക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ധാരാളം കേന്ദ്രങ്ങളുണ്ട്. അവയിൽ ചിലത് നോക്കാം. അതായത് നമുക്കറിയാം മാവേലി സ്റ്റോർ ഉണ്ട്, പിന്നെ ലാഭം സപ്ലൈകോ മാർക്കറ്റ് ഉണ്ട്. അങ്ങനെ ഇവിടെ കേന്ദ്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. പൊതുവിതരണ കേന്ദ്രം, ഹോർട്ടികോർപ്പ്, സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ്, നന്മ സ്റ്റോർ, നീതി സ്റ്റോർ, ലാഭം സപ്ലൈകോ മാർക്കറ്റ്, മാവേലി സ്റ്റോർ, ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, ത്രിവേണി ഫ്ലോട്ടിംഗ് സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ പൊതുവിതരണത്തിൽ കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാകുന്ന വസ്തുക്കളാണ് അരി, ഗോതമ്പ്, പഞ്ചസാര, മണ്ണെണ്ണ. ഹോർട്ടികോർപ്പിൽ നിന്നാണെങ്കിൽ പച്ചക്കറികൾ. ബാക്കി സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ്, നന്മ സ്റ്റോർ, നീതി സ്റ്റോർ, ലാഭം സപ്ലൈകോ മാർക്കറ്റ്, മാവേലി സ്റ്റോർ, ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, ത്രിവേണി ഫ്ലോട്ടിംഗ് സൂപ്പർ മാർക്കറ്റ്, ഇവയിൽ നിന്നെല്ലാം നിത്യോപയോഗ സാധനങ്ങളാണ് ലഭിക്കുന്നത്. ഭക്ഷ്യോൽപാദനം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് നോക്കാം. ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിച്ചും കാര്യക്ഷമമായ പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ വിതരണം നടത്തിയും ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യത്തോട് അടുക്കുമ്പോഴും ഭക്ഷ്യോൽപാദന രംഗത്ത് ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഇന്ത്യയിലെ പ്രധാന ഭക്ഷ്യോൽപാദന രംഗം നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഇവിടെ വെല്ലുവിളികൾ പറഞ്ഞിട്ടുണ്ട്. പ്രകൃതിക്ഷോഭം മൂലമുണ്ടാകുന്ന കൃഷിനാശം, കൃഷിഭൂമികൾ മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്, സബ്സിഡി കുറയ്ക്കുന്നത്, യന്ത്രസാമഗ്രികൾ വാങ്ങാൻ കഴിയാത്ത അവസ്ഥ, കാലാവസ്ഥയിൽ വരുന്ന മാറ്റം, ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്തത്, രാസവളങ്ങളുടെ അമിത ഉപയോഗം, ഭൂമിയുടെ ഫലഭൂയിഷ്ടി നഷ്ടപ്പെടുത്തുന്നത്. ഇനി ഭക്ഷ്യസുരക്ഷാ നിയമത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. 2013 പാർലമെൻറ്റ് അംഗീകരിച്ചത്. ഇതിൻ്റെ പ്രത്യേകതകൾ: ഭക്ഷ്യസുരക്ഷ സർക്കാരിൻ്റെ നിയമപരമായ കടമയാണ്. ആവശ്യമുള്ളത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കുക. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരൻ്റെ നിയമപരമായ അവകാശമാണ്. 2013 ഭക്ഷ്യസുരക്ഷാ നിയമത്തിൽ പറയുന്ന പോയിന്റുകളാണ് ഇതെല്ലാം. അപ്പോൾ ഏകദേശം ഈ ഒരു ചാപ്റ്റർ പൂർത്തിയായിട്ടുണ്ട്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ: പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളുടെ പരസ്പര ബന്ധമാണ് സാമ്പത്തിക വളർച്ചയ്ക്ക് ആധാരം. ഇനി സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളിൽ കാർഷിക മേഖലയാണ് ഇന്ത്യയിൽ ഇന്നും കൂടുതൽ തൊഴിലവസരം പ്രദാനം ചെയ്യുന്നത്. ദ്വിതീയ, തൃതീയ മേഖലകളിലെ തൊഴിലവസരങ്ങൾ കൂടി വരികയും പ്രാഥമിക മേഖലയിലെ തൊഴിലവസരങ്ങൾ കുറഞ്ഞു വരികയും ചെയ്യുന്ന ഒരു സവിശേഷതയാണ് ഇന്ത്യൻ സമ്പദ്ഘടനയിൽ കാണുന്നത്. ഇനി ഭക്ഷ്യോൽപാദനം കൂട്ടിയിട്ടും ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യം നേടുവാൻ ഇന്ത്യ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. ശക്തമായ ഒരു പൊതുവിതരണ സമ്പ്രദായം സർക്കാരുകളുടെ ക്ഷേമ പ്രവർത്തനങ്ങളും ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യത്തിൽ എത്തുവാനും സഹായിക്കുന്നു. ഇനി ഇതിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ഒന്ന് പുറകോട്ട് പോയി നോക്കുകയാണെങ്കിൽ 2013 ഫുഡ് സെക്യൂരിറ്റി ആക്ട് പാർലമെൻറ്റ് അംഗീകരിച്ചത്. പൊതുവിതരണ സംവിധാനം ഉണ്ട്. പിന്നെ 7 പദ്ധതികളുണ്ട്. അന്നപൂർണ, അന്ത്യോദയ അന്നയോജന, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, സംയോജിത ശിശു വികസന പരിപാടി, ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം, ഉച്ചഭക്ഷണ പരിപാടി. അതൊക്കെ ഓർക്കുക. ഇനി സർക്കാർ പദ്ധതികളും സർക്കാർ പരിപാടികളും. പിന്നെ
സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് സി എസ് ഒൻ്റെ പ്രധാന ചുമതലകൾ ഓർമ്മയിലുണ്ടാവണം. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.